Hey everyone, this is me Lakshmi and welcome to my daily vlog. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ എവറിഡേ റൂട്ടീൻ ആൻഡ് എൻ്റെ ഒരു മിനി റൂം ടൂറും കൂടെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. രാവിലെ എണീറ്റുടനെ തന്നെ നമ്മുടെ കേർട്ടനൊക്കെ മാറ്റി നമ്മുടെ റൂമിൽ ജനലും എല്ലാം തുറന്ന് ഇങ്ങനെ ഇടാറുണ്ട്. വീട്ടിലിവിടെ അമ്മ പറയണതെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ശുദ്ധമായി ആ റൂമിലോട്ട് കയറട്ടെ, അതുകൊണ്ട് ഈ ജനലെല്ലാം രാവിലെ ഒന്ന് തുറന്നിടാൻ പറയും. ജനലിൻ്റെ ഒരു സൈഡിൽ ഞാൻ എൻ്റെ ക്ലിപ്പ് ബോ അതെല്ലാം ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടി. ജനലിൻ്റെ സൈഡിൽ തന്നെ എൻ്റെ ഷൂ റാക്ക്, ലോണ്ടറി ബാസ്ക്കറ്റ്, പിന്നെ ഡസ്റ്റ്ബിൻ എല്ലാം ആ സൈഡിലാണ് വച്ചിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഷൂ റാക്കിൻ്റെ മുകളിൽ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ 2 സോഫ്റ്റ് ടോയ്സ് അവിടെ വച്ചിട്ടുണ്ട്. നമ്മുടെ മിനിയൻ ഒരു ഹാറ്റും വെച്ചിട്ടുണ്ട് ആൻഡ് എൻ്റെ യൂണിക്കോണിന് ഹെയർ ബാൻഡും വെച്ചിട്ടുണ്ട്. എൻ്റെ ഡോറിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ 2 കീ ഹോൾഡർ വച്ചിട്ടുണ്ട്. ഒന്നിൽ ഞാൻ എൻ്റെ ID കാർഡ്സ് എല്ലാം തൂക്കിയിട്ടുണ്ട് ആൻഡ് വേറൊന്നിൽ എൻ്റെ കീസ്. എൻ്റെ റൂം എൽ ഷേപ്ഡ് ആയതുകൊണ്ട് തന്നെ കബോർഡ് ഞാൻ എൽ ഷേപ്ഡാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ പേർപ്പിൾ മാറ്റ് ഫിനിഷ് കബോർഡ്. എൻ്റെ റൂമിനകത്തുള്ള ടേബിൾ കുറച്ച് മെസ്സിയാണ്, കാരണം ഉള്ള എല്ലാ സാധനങ്ങളും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ ആ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിൽ മുമ്പ് ഇട്ടിരുന്ന ഒരു കിങ് സൈസ് ബെഡായിരുന്നു ആൻഡ് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു തീരെ സ്പേസ് പോലും ഇല്ലായിരുന്നു നടക്കാൻ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അച്ഛനും അമ്മയുടെ റൂമിലുള്ള ഒരു സിംഗിൾ ബെഡാണ് ഇപ്പോൾ എൻ്റെ റൂമിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആണ് എൻ്റെ റൂം. ആൻഡ് ഈ ബെഡിൽ വിരിച്ചിരിക്കുന്ന ഫ്ലോറൽ പ്രിൻറ്റഡ് ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. എൻ്റെ 2 പില്ലോസും നല്ല വലുതായതുകൊണ്ട് തന്നെ ഈ പില്ലോ കവർ ഒന്നും ഇതിൽ മാച്ച് ആവുന്നില്ലായിരുന്നു. സോ ഞാൻ ചുമ്മാ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി. റൂമിലെ ഒരു സൈഡ് വാളിൽ ഞാനിങ്ങനെ പിക്ചേഴ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലത്തെ പിക്ചേഴ്സ്, പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഉള്ള ആൻഡ് ഫാമിലി ആയിട്ടുള്ള ഒരു പിക്കും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിൻഡോയുടെ ഓപ്പോസിറ്റുള്ള മെയിൻ വാളിൽ ഞാനിങ്ങനെ ഹാങ്ങിങ്സ് തൂക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ടോയ്സും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന നമ്മുടെ വാൾ ഹാങ്ങിങ്സ്, ഷൂ റാക്ക് ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അതുപോലെ തന്നെ ഈ ഹെക്സഗൺ ഷേപ്ഡ് പ്രിൻസും ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. നമ്മൾ ഈ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് എല്ലാ സാധനങ്ങളും കൂട്ടിയിടുമെന്ന് പറയില്ലേ, അതാണ് ദേ എൻ്റെ ഈ ചെയർ. സോ ഈ കസേരയുടെ പുറത്ത് നിറയെ തുണികളുണ്ട്. സോ വാഷ് ചെയ്ത ക്ലോത്ത്സ് ഒന്നും ഹോൾഡ് ചെയ്തിട്ടില്ല. സോ അതെല്ലാം ദേ അതിൽ തന്നെ ഇട്ടേക്കുകയാണ്. സോ എൻ്റെ അടുത്ത പരിപാടി അതാണ്, എല്ലാ ക്ലോത്ത്സും ഫോൾഡ് ചെയ്തിട്ട് കബോർഡിലോട്ട് വയ്ക്കുക. മുമ്പൊക്കെ എൻ്റെ റൂമിൽ ഇങ്ങനെ തുണി കൂമ്പാരമായിട്ട് കിടന്ന അമ്മ ഉടനെ അടുക്കി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ തന്നെ നമ്മുടെ തുണി മടക്കി വയ്ക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഏത് സാധനം എവിടെ ഇരിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ മടക്കി വയ്ക്കുവാണ്, അമ്മയെ കൊണ്ടൊന്നും ഇപ്പോൾ ചെയ്യിപ്പിക്കാറില്ല. ഈ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഷൂ ബാഗും എല്ലാം മേടിച്ച് വെക്കാറുണ്ടല്ലേ. സോ എൻ്റെ കാര്യത്തിൽ ഷൂ ബാഗ് ഞാൻ മേടിച്ചത് ഒരു സെറ്റായിട്ടാണ് മേടിച്ചത്. സോ 1-2 ഉപയോഗമുള്ളൂ, അല്ലാത്ത എല്ലാം ഞാൻ വെറുതെ വച്ചേക്കുമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ വെയർസ് എല്ലാം അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാണ് വയ്ക്കുന്നത് കബോർഡിൽ. എൻ്റെ റൂമിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോർണർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷൂ റാക്കിൻ്റെ കോർണറാണ്. കാരണം അവിടെ ഈ ലോണ്ടറി ബാസ്ക്കറ്റും ഡസ്റ്റ്ബിന്നും എല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. യൂഷ്വലി എൻ്റെ ബെഡ്ഷീറ്റ്സ് എല്ലാം ഞാൻ കബോർഡിൻ്റെ ഒരു സെക്ഷനിൽ ഫുള്ളി ഇങ്ങനെ വയ്ക്കുമായിരുന്നു. സോ അതെല്ലാം ഞാൻ ഇത്തവണ എടുത്ത് എൻ്റെ വിൻ്റർ ക്ലോത്ത്സിൻ്റെ കൂടെ ആക്കി. വലിയ ലോണ്ടറി ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു അത് കൊള്ളുമോ ഇല്ലയോ എന്ന്. പക്ഷേ അത് നല്ലതായിട്ട് കയറി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. മുമ്പൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാനിങ്ങനെ നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡിലാണ് സേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു നോട്ട് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിൽ തന്നെ നോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ സ്ഥിരം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ ഞാനൊരു മിൽട്ടൺ കുപ്പിയിൽ വെള്ളം ഫുള്ള് നിറച്ച് വയ്ക്കാറുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ എൻ്റെ സ്പെക്സും അതിൻ്റെ അടുത്ത് വയ്ക്കാറുണ്ട്. ഡെയിലി ഞാൻ ശ്രമിക്കാറുള്ളതെന്ന് വെച്ചാൽ മാക്സിമം വെള്ളം കുടിക്കാറുണ്ട്. സോ ഈ മിൽട്ടൺ കുപ്പി ഞാൻ 2 ടൈംസ് എങ്കിലും നിറയ്ക്കാറുണ്ട്. സോ അങ്ങനെ ഫുള്ള് ഫിനിഷാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഇൻ എ ഡേ. സാധാ നമ്മുടെ തിളപ്പിച്ചാറ്റിയ ജീരകവെള്ളം തന്നെയാണ് കുടിക്കുന്നത് ഡെയിലി. ഇത് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമായി. സോ നമ്മുടെ ചോറും കറികളും എല്ലാം കഴിച്ചു. ഈവനിങ് ഒരു 4:35 ഒക്കെ ആകുമ്പോൾ എൻ്റെ എല്ലാ മീറ്റിങ്സും കഴിയും. സോ ഞാൻ ആ ടൈം ഒരു 1 hour വാക്കിന് പോകാറുണ്ട്. വാക്കിന് പോകുമ്പോൾ ഞാൻ സ്ഥിരം നമ്മുടെ ജിം ക്ലോത്ത്സ് ആണ് ഇടാറുള്ളത്. ഓൾസോ പുറത്ത് പോകണോണ്ട് തന്നെ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. ആൻഡ് ഹെയർ ഞാനിങ്ങനെ പോണിറ്റെയിൽ കെട്ടിയായിരുന്നു. ആൻഡ് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും പെർഫ്യൂം എനിക്ക് മസ്റ്റാണ്. ആൻഡ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ബെല്ല വിറ്റയുടെ പിസ്ത ഫ്ലേവർ പെർഫ്യൂമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നടക്കുമ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ സ്റ്റെപ്സ് ആൻഡ് കാലറി കൗണ്ട് ട്രാക്കറിന് വേണ്ടി ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ഞാൻ മൊബൈലിലും ട്രാക്ക് ചെയ്യാറുണ്ട്. ഈവനിങ് നടക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ തൊപ്പിയും വെച്ചുകൊണ്ടേ പോകാറുള്ളൂ. കാരണം ഇപ്പോൾ എപ്പോഴും മഴ സീസണായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ട്. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. യൂഷ്വലി ഞാൻ 10K സ്റ്റെപ്സ് നടക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്കൊരു വിധം 5K സ്റ്റെപ്സ് നടക്കുമ്പോഴേ ക്ഷീണമാണ്. ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാറുണ്ട്. സോ ഇന്നും ഇതുപോലെ അറൗണ്ട് 4 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. വീടെത്താൻ ഞാനൊരു 5 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ABC ജ്യൂസ് വേണമെന്ന്. നടന്നിട്ട് വന്നുടനെ ചായ കാപ്പി കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ജ്യൂസ് കുടിക്കുന്നത്. യൂഷ്വലി ഞാൻ നടന്നിട്ട് വന്ന ഉടനെ ഫ്രഷനപ്പ് ആവാറുണ്ട്. ബട്ട് ഇത്തവണ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോക്ക് സ്റ്റൈലിൻ്റെ മാസ്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സോ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് എടുത്തിട്ടു.
ഇനിഷ്യലി ഈ പേർപ്പിൾ മാസ്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയായിരുന്നു, കാരണം അല്പമായിരുന്നു അപ്ലൈ ചെയ്ത് വന്നപ്പോൾ ഓൾറെഡി ഞാനൊന്ന് പേർപ്പിൾ ടീഷർട്ടായിരുന്നു ഇട്ടുന്നത്. അതിൻ്റെ കൂടെ ഈ പേർപ്പിൾ മാസ്ക് കൂടെ ഇട്ടുമ്പോൾ കറക്റ്റ് നമ്മുടെ അവതാറിലൊരു മൂവിയിലൊരു ക്യാരക്ടർ പോലെ തോന്നി. ഈ മാസ്ക് ഞാൻ തിക്കായിട്ട് അപ്ലൈ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ടൈം എടുത്തു ഇത് വാഷ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ആ സമയം ഞാൻ വീണ്ടും പോയിരുന്ന് വർക്ക് ചെയ്തു. സോ ഇത് നല്ലതായിട്ട് ഡ്രൈ ആയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ വെറ്റ് വൈപ്സ് കൊണ്ട് നല്ലതായിട്ട് വൈപ്പ് ചെയ്ത് കളയാമെന്ന്. ആൻഡ് കുറച്ചിങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലായി ഞാൻ നല്ല തിക്കായിട്ടാണ് ഇട്ടേക്കണേ. സോ ഇതുകൊണ്ട് വൈപ്പ് ചെയ്താൽ ശരിയാവത്തില്ല, കുറേ ടൈം എടുക്കുമെന്ന് മനസ്സിലായി. സോ ഫേസ് വാഷിന് ശേഷം എനിക്ക് ചെറിയൊന്ന് ബ്രൈറ്റൻ ആയതുപോലെ തോന്നി സ്കിൻ, ആൻഡ് നല്ല ക്ലീൻ പോലെ തോന്നി. ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മേ ബി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ ഈ നോസും ആൻഡ് എൻ്റെ അപ്പർ ചീക്സും ചെറിയ ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്തു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഡെയിലി വ്ലോഗ് തീരുവാണ്. I hope you guys enjoyed spending the day with me, and don't forget to like, share and subscribe. So see you in the next one. Bye everyone.